ഹായ് മച്ചാമാരെ, ഇതെൻ്റെ മലയാളം വീഡിയോ ആയിരിക്കും. അപ്പം ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം, ഈ ഐഡിയ കിട്ടിയത് ഞാൻ സാധാരണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ള ഒരു കാര്യം എടുത്ത് വീഡിയോയിലാക്കിയാലോ എന്ന ചിന്തയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യം എന്തുവാണെന്നൊന്നും വലുതായിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്ക് തൽക്കാലം ഒന്ന് എലക്ഷൻ മെഷീനറി ഇൻ ഇന്ത്യ നോക്കിയാലോ. അതായത് നമ്മുടെ എലക്ഷൻ ഓഫീസേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ എലക്ഷൻ ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പം ഏറ്റവും മേളിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റി എല്ലാവരും കേട്ട് കാണും. അപ്പോൾ അവിടം തൊട്ട് താഴെ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓഫീസേഴ്സ് വരെയുള്ള ആ ഓഫീസേഴ്സ് ആരൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ 324 നിന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പവർ കിട്ടുന്നത്. അതായത് ഈ രാജ്യത്തെ മുഴുവൻ ഇലക്ഷൻസും, അത് പ്രസിഡൻറ്റിൻ്റെ ആയിരിക്കട്ടെ, വൈസ് പ്രസിഡൻറ്റിൻ്റെ ആയിരിക്കട്ടെ, നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലാം നടക്കുന്ന, അതായത് ലോക്സഭാ മണ്ഡലങ്ങളും, അതായത് പാർലമെൻ്ററി മണ്ഡലങ്ങളും, പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന കേരളത്തിൻ്റെ നിയമസഭയിലും ആണെങ്കിലും എല്ലാ ഇലക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കുന്നത് എല്ലാം ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 324 എന്ന് പറയുന്നത്. അതാണ് 324. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും ഏറ്റവും മുകളിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറികളുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും ഇലക്ഷൻസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന അവിടുത്തെ സ്റ്റേറ്റ്സിലെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ ഏറ്റവും മേളിലുള്ള ഇലക്ഷൻ ഓഫീസർ ആരാണ്? അയാളെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ ബാക്കി ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടി ഇലക്ഷൻസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പോലെ സ്റ്റേറ്റ്സിൽ അങ്ങനത്തെ ഒരു മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെ എടുത്തു നോക്ക്. നമ്മുടെ കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്? എത്ര ജില്ലകളുണ്ട്? 14 എണ്ണമല്ലേ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. അപ്പോൾ ഈ ഓരോ ജില്ലകളിലും ഒരാൾ മേൽനോട്ടം വഹിക്കേണ്ടേ ഇലക്ഷൻ്റെ? അങ്ങനെ ഒരാളെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസർ. പക്ഷേ നമുക്ക് ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അങ്ങനത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയാണ്. പക്ഷേ കരുനാഗപ്പള്ളിയുടെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ മണ്ഡലമാണ്. അപ്പോൾ അങ്ങനത്തെ ആ മണ്ഡലത്തിൽ അതിപ്പം പാർലമെൻ്ററി ഇലക്ഷൻ വരുമ്പോഴാണെങ്കിലും സ്റ്റേറ്റിൻ്റെ ഇലക്ഷൻ വരുമ്പോഴാണെങ്കിലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് മണ്ഡലത്തിലെ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഓഫീസറിനെയാണ് നമ്മൾ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകാൻ നേരത്തെ അവിടെ ഒരുപാട് സാറന്മാരെയൊക്കെ നമ്മളുടെ ID കാർഡ് വെരിഫൈ ചെയ്യാൻ, സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ, അങ്ങനത്തെ പല പരിപാടികൾക്കായിട്ടും കാണാറുണ്ട്. ഇവരെയൊക്കെ പോളിംഗ് ഓഫീസേഴ്സ് എന്ന് വിളിക്കും. അതും പോരാഞ്ഞിട്ട് ഇവരെയെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ആര് കാണും? ഒരു പ്രിസൈഡിംഗ് ഓഫീസർ കാണും. അപ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസറിനെയും പോളിംഗ് ഓഫീസറിനെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? റിട്ടേണിംഗ് ഓഫീസറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മളുടെ ഒരു സ്റ്റേറ്റിൽ മാത്രമായിരിക്കും അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ലക്ഷദ്വീപ് പോലുള്ള യൂണിയൻ ടെറിട്ടറിയൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹി പോലുള്ള യൂണിയൻ ടെറിട്ടറിയൊക്കെ വരുവാണെങ്കിൽ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ അല്ല ഈ പോളിംഗ് ഓഫീസേഴ്സിനെയും പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ആ ഒരു സ്ഥലത്തെ ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസറായിരിക്കും ഈ പറഞ്ഞ ഏമാന്മാരെയെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇലക്ഷൻ ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇലക്ഷൻ മെഷീനറി ഓഫ് ഇന്ത്യ എന്ന ഒരു മലയാളം